പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയമുള്ളവരെ, ഹെബ്രായർ ലേഖനം 11-ാമത്തെ അധ്യായം 1-ാം തിരുവചനത്തിൽ പ്രകാരം നമ്മൾ കാണുന്നു: വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ടെന്ന ബോധ്യവുമാണ്. അപ്പോൾ ഏറ്റവും വലിയ കാര്യം വിശ്വാസമാണ്. നമ്മുടെ എല്ലാ കാര്യത്തിലും ദൈവം ഇടപെടും എന്നുള്ള ആ വിശ്വാസം എൻ്റെ വ്യക്തി ജീവിതത്തിലാണെങ്കിലും കുടുംബജീവിതത്തിലാണെങ്കിലും എൻ്റെ എല്ലാ പ്രശ്നങ്ങളിലും എൻ്റെ എല്ലാ തകർച്ചയിലും ദൈവം ഇടപെടും എന്നുള്ള വിശ്വാസം, ആ വലിയ വിശ്വാസം, ആ ഒരു പ്രത്യാശ, ആ ഒരു ഉറപ്പ്, ആ പ്രത്യാശയും ആ ഉറപ്പും വേണം. ദൈവം എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കും. എൻ്റെ കടക്കെണിയിൽ, എൻ്റെ രോഗപീഠയിൽ എൻ്റെ എല്ലാം തകർന്ന ഈ അവസ്ഥയിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കും എന്നുള്ള പരിപൂർണമായ വിശ്വാസം, പൂർണ്ണമായ വിശ്വാസം നമുക്ക് വേണം. ഹെബ്രായർ 11:6 പ്രകാരം പഠിപ്പിക്കുകയാണ്: വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക നമുക്ക് സാധ്യമല്ല എന്ന്. കാരണം വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക നമുക്ക് സാധ്യമല്ല എന്ന്. അപ്പോൾ ഇതാ വീണ്ടും പറയുകയാണ്, വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 11-ാമത്തെ അധ്യായം 24-ാം തിരുവചനത്തിലും ഇത് തന്നെ പറയുന്നുണ്ട്. വിശ്വാസത്തെക്കുറിച്ച് പൂർണ്ണമായ വിശ്വാസത്തോടുകൂടി, ആ പ്രത്യാശയോടുകൂടി ദൈവം എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കും എന്നുള്ള ആ വിശ്വാസത്തോടുകൂടി, പ്രത്യാശയോടുകൂടി നമുക്ക് മുന്നോട്ട് പോകുവാൻ അതിനുള്ള കൃപാവരം കർത്താവേ ഈ സുപ്രഭാതത്തിൽ ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ മഹത്വം, പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ മഹത്വം, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ഇടപെടുമെന്നുള്ള ആ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും, എല്ലാ തകർച്ചകളിലും, എല്ലാ രോഗപീഠകളിലും അങ്ങ് പ്രവർത്തിക്കും എന്നുള്ള ആ വലിയ വിശ്വാസം, ആ പ്രത്യാശ, ആ ഒരു ഉറപ്പ് നൽകണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ആത്മഹത്യ പ്രവണതയിൽ നിന്ന് കർത്താവേ മക്കളുടെ ഈശോയെ ആത്മഹത്യ പ്രവണതയിൽ നിന്ന് എടുത്ത് മാറ്റണമേ കർത്താവേ. ഈശോയെ കടക്കണിയോർത്ത് ആത്മഹത്യക്ക് ഒരുങ്ങുന്ന മക്കള് കർത്താവേ, രോഗപീഠയോർത്ത് കർത്താവേ, എത്രയോ മരുന്നുകൾ കഴിച്ചിട്ടും കർത്താവേ രോഗം മാറുന്നില്ല എന്നോർത്ത് കർത്താവ് ഇനി ജീവിതം മടുത്തു, ഇനി ജീവിക്കേണ്ട എന്ന് ചിന്തിക്കുന്ന കർത്താവെ മക്കളുടെ മേൽ കർത്താവരുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ കർത്താവേ. അവർക്ക് സൗഖ്യം നൽകി കർത്താവേ, അവരങ്ങ് അഭിഷേകം ചെയ്യണമേ കർത്താവേ. അങ്ങയുടെ ആത്മാവിനാൽ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ കർത്താവേ. അങ്ങയുടെ സമ്പൂർണ്ണ ജ്ഞാനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. വചനത്താൽ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ഉണർന്ന് പ്രശോഭിക്കുവാൻ കർത്താവേ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ മഹത്വം, പരിശുദ്ധാത്മാവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രത്യാശയുടെ ദൈവം നിങ്ങളുടെ വിശ്വാസത്താൽ സകല സന്തോഷവും സമാധാനം കൊണ്ട് നിങ്ങളെ നിറയ്ക്കട്ടെ. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധി പ്രാപിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വര എന്നേക്കും ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.